അനന്തപുരിക്ക് ആവേശം വിതറി നടന്ന ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് താരങ്ങളുടെ സംഗമം കൊണ്ട് ശ്രദ്ധേയമായി. നിറഞ്ഞുകവിഞ്ഞ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് നടന്നത്. തെന്നിന്ത്യയിലെ താരരാജാക്കന്മാരെല്ലാം അണിനിരുന്ന അപൂർവവേദിയായി ഉജാല ഏഷ്യാനെറ്റ് ചലച്ചിത്ര അവാർഡ് നിശ. ഇന്ത്യൻ സിനിമയിലെ അത്ഭുതം കമലഹാസൻ തന്നെയായിരുന്നു അവാർഡ് നിശയെ അവിസ്മരണീയമാക്കിയത്. തന്റെ സിനിമാ ജീവിതത്തിന്റെ 50ാം വാർഷികത്തിൽ ഏഷ്യാനെറ്റ് നൽകിയ ആദരവ് വികാര വായ്പോടെയാണ് കമലഹാസൻ സ്വീകരിച്ചത്. I'm not going to thank Mammootty, Mohanlal or Jairam or anybody for that matter. ഇവരുടെ കുടുംബമാണ്, ഇവരുടെ സഹോദരന്മാരാണ്. ഇന്ന് ഇവിടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ MG സോമനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മില്ലേനിയം ആക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട മമ്മൂട്ടിക്ക് കമലഹാസൻ പുരസ്കാരം സമ്മാനിച്ചു. ഇതെന്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുന്നതാണ്. ഈ പുരസ്കാരം എന്നെ ഞാനാക്കിയവർക്ക് ഞാൻ സാദരം കാണിക്കവെക്കുന്നു. വിഖ്യാത സംവിധായകൻ KS സേതുമാധവനിൽ നിന്ന് മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങിയപ്പോൾ സദസ്സ് ഹർഷാരവം മുഴക്കി. അഭിനയം എനിക്ക് ഹരമാണ്. ഒരു കവി പറഞ്ഞതുപോലെ ഇതിന്റെ രക്തമാണ്, ഇതിന്റെ ശ്വാസമാണ്, എടുത്തുകൊള്ളുക. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നിർമ്മാതാവും FIAF വൈസ് പ്രസിഡന്റുമായ PV ഗംഗാധരന് ഏഷ്യാനെറ്റ് മാനേജിംഗ് ഡയറക്ടർ K മാധവൻ സമ്മാനിച്ചു. ഗാലപ്പ് പോളിലൂടെ തിരഞ്ഞെടുക്കുന്ന ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് പലതുകൊണ്ടും പ്രത്യേകത നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡിന് കേരളത്തിന് മാത്രമല്ല ദേശീയ തലത്തിലും അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച നടിക്കുള്ള പുരസ്കാരം കാവ്യ മാധവനും മികച്ച സംവിധായകനുള്ള പുരസ്കാരം രഞ്ജിത്തും, ജനപ്രിയ നായികയ്ക്കുള്ള പുരസ്കാരം ലക്ഷ്മി റായും, മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ശ്രീനിവാസനും, സ്വഭാവ നടിക്കുള്ള അവാർഡ് ശ്വേതാ മേനോനും, വില്ലിനുള്ള പുരസ്കാരം ലാലു അലക്സും ഏറ്റുവാങ്ങി. ഓസ്കർ ജേതാവ് റസൂൽ പുക്കുട്ടിയെ ശങ്കർ മഹാദേവനും KS ചിത്രയും ചേർന്ന് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. യൂത്ത് ഐക്കൺ അവാർഡ് പൃഥ്വിരാജിന് അല്ലു അർജുൻ സമ്മാനിച്ചു. പഴശ്ശിരാജയിലെ പ്രകടനത്തിന് ശരത് കുമാർ, മനോജ് കെ ജയൻ, കനിഹ എന്നിവർക്ക് പ്രത്യേക ജൂറി പുരസ്കാരങ്ങളും നൽകി. കനിഹ, മീരാനന്ദൻ തുടങ്ങിയ സിനിമാ താരങ്ങൾ അവതരിപ്പിച്ച നൃത്തവും ശങ്കർ മഹാദേവൻ, ശ്വേതാമോഹൻ, ജോത്സ്ന തുടങ്ങിയവർ സംഗീത വിരുന്നും കോമഡി സ്കിറ്റുകളും എല്ലാം കൂടിയായപ്പോൾ തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചലച്ചിത്ര പുരസ്കാര ചടങ്ങായി ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് നിശ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. Thank you very much. I am not Allu Arjun. I am Mallu Arjun. Thank you very much for creating me as Mallu Arjun. It's a wonderful opportunity to be here, and this is my first time that I'm actually seeing Kerala audience and Kerala media, so I'd like to thank HNF for creating this wonderful opportunity for me. And I'm here to present the most stylish icon award. Thank you very much. Thank you. Thank you. Thank you very much. Ujala Asianet Film Awards 2010, the Youth Icon of the Year. Who is it? Icon of the Year, Prithviraj is the winner. എന്റെ ജന്മദേശമായ തിരുവനന്തപുരത്തിന് നമസ്കാരം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ അവാർഡ് ദാന ചടങ്ങിൽ എനിക്ക് കിട്ടിയ ഈ പുരസ്കാരത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു അവാർഡ്, അംഗീകാരം എന്നുള്ളതിലുപരി ഒരു ഉത്തരവാദിത്വമാണ്. ഒരു യുവ സമൂഹത്തിന്റെ പ്രതീകമായി എന്നെ ഉയർത്തി നിർത്താൻ ധൈര്യം കാണിച്ച ഏഷ്യാനെറ്റിനും ഉജാലയ്ക്കും 1000 നന്ദി. ഒന്നുകൂടി ഇത്രയും മനോഹരമായ ഒരു സായാഹ്നം ഒരുക്കിയ എല്ലാ അണിയറ പ്രവർത്തകർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പൃഥ്വിരാജ് യൂത്ത് ഐക്കോൺ ആണ്. യൂത്ത് ഐക്കോൺ എന്ന നിലയിൽ നമ്മുടെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും എങ്ങനെയാണ് ഇൻസ്പിറേഷൻ? മമ്മൂട്ടി, മോഹൻലാലും 2 വാക്ക്. എനിക്കിത് വളരെ വളരെ പ്രത്യേകതയുള്ളൊരു ഈവനിംഗ് ആണ്. കാരണം ഞാൻ ഏതു മാധ്യമത്തിൽ എന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും ആരാണ് ഇൻസ്പിറേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന 3 പേരുകൾ മമ്മൂക്ക, ലാലേട്ടൻ, കമൽഹാസൻ സർ. ഈ 3 പേരും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിന് മുമ്പാകെ ഇങ്ങനൊരു അംഗീകാരം ഏറ്റുവാങ്ങാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. എന്റെ അതിലുപരി വലിയൊരു സന്തോഷം ഈ വർഷം 2010
മമ്മൂക്കയോടൊപ്പവും ലാലേട്ടോടൊപ്പവും ഓരോ സിനിമകൾ അഭിനയിക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടട്ടെ. അതുകൊണ്ട് എന്റെ ഇൻസ്പിറേഷൻ എന്നും എപ്പോഴും ഈ 3 വ്യക്തികൾ തന്നെയാണ്. ഒരു വാക്കുകൂടി, മണിരത്നം സാറിന്റെ രാവണനെ കുറിച്ച് ഒരു വാക്ക് പ്ലീസ്. എന്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു വളരെ വളരെ വലിയ സിനിമ 2008 അവസാന ഘട്ടത്തിൽ ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമ ഇനിയും ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ട്. എനിക്ക് തോന്നുന്നു 2010 മെയ് ജൂൺ മാസങ്ങളിലായിട്ട് രാവൺ തിയേറ്ററുകളിലെത്തും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ആ സിനിമയ്ക്കൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ അവാർഡ് വൈൻഡിംഗ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് അല്ലുവിന് ഒരു സെന്റൻസ് കൂടെ നിങ്ങളോട് പറയാനുണ്ട്. അല്ലു പ്ലീസ്. It would be unfair on my part if I did not specify about Mohanlal sir, Mammootty sir, and Kamal Haasan sir. Sir, you've been a great inspiration for all of us. Thank you very much. Thank you so much. Thank you. Congratulations, Prithviraj, and thank you, Allu Arjun. Anyway, moving on to